5 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്ന ആലിൻ ഷെറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്തും. നാളെ വൈകിട്ട് നെടുങ്ങാടപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലാണ് ആലിന്റെ സംസ്കാരം. പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറോടെ സംസ്കാരം നടത്താൻ സർക്കാർ ഉത്തരവിട്ടു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയും കേരള സർക്കാരിനു വേണ്ടിയും പത്തനംതിട്ട ജില്ലാ കളക്ടർ പുഷ്പചക്രം അർപ്പിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക പോലീസ് ബഹുമതികളും നൽകും. ദേവൻ MP ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ദേവനിലേക്കാണ്. ദേവൻ, ഗുഡ് ഈവനിങ്. എന്തായാലും പറക്കും മുൻപ് ചിറകറ്റ് വീണ കുഞ്ഞു മാലാഖ ആലിനെ ഏറെ നൊമ്പരത്തോടെയാണ് കേരളം എല്ലാം നെഞ്ചേറ്റുന്നത്. 5 കുരുന്നുകളിലൂടെയാണ് ആലിൻ ഇനി ഇവിടെ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ആലിന് അർഹതപ്പെട്ട ഒരു അംഗീകാരം തന്നെ നൽകുകയാണ് നമ്മുടെ സർക്കാരും, അല്ലേ? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? തീർച്ചയായും സ്വാതി, ലോകം കാണും മുൻപേ തന്നെ നമ്മളെ വിട്ട് പിരിഞ്ഞ കുഞ്ഞാണ് ഇത്തരത്തിൽ ആലിൻ ഷെറിന്റെ എബ്രഹാം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഈ ലോകത്തോട് വിട പറയുമ്പോഴും മറ്റ് 5 കുഞ്ഞുങ്ങൾക്ക് കൂടി ആ ജീവൻ പകർന്നു നൽകിക്കൊണ്ടാണ് ആലിൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ആലിൻ്റെ ഈ അവയവങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നത്. ഏകദേശം 3.25 മണിക്കൂറോടുകൂടി തന്നെ തിരുവനന്തപുരത്തേക്ക് അത് എത്തിച്ചേർന്നതും അത് ആ കാഴ്ചകളെല്ലാം തന്നെ നമ്മൾ കണ്ടതായിരുന്നു. കൃത്യമായി വഴിയൊരുക്കിക്കൊണ്ട് കേരളം ഒന്നാകെ ഈ ഒരു ദൗത്യത്തിനായി ഒന്നിച്ചു നിന്നുകൊണ്ടായിരുന്നു ആ ഒരു ദൗത്യം പൂർത്തീകരിച്ചതും. അത്തരത്തിൽ ഏകദേശം 10 മണി പിന്നിട്ടപ്പോൾ തന്നെ ആദ്യ സ്ഥലമായ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് അലിൻ്റെ അവയവമായിട്ടുള്ള കരൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുന്നു. അവിടെ നിന്നും ഡോക്ടർമാർ ആംബുലൻസ് ഉള്ളിലുണ്ടായിരുന്ന കിംസിലെ തന്നെ ഡോക്ടറും ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും അവിടെ നിന്നും ഈ ഒരു അവയവം മാത്രം എടുത്തുകൊണ്ട് അതിനുശേഷം ഉടൻ പിന്നാലെ തന്നെ ആംബുലൻസ് ഉടൻ തന്നെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്കും ഒപ്പം തന്നെ ECUT-യിലേക്കും പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അതിവേഗമാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് തന്നെ ഈ ദൗത്യം പൂർത്തീകരിച്ചതും. അതിനുശേഷം ഈ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഏകദേശം 6 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനാണ് ഇത്തരത്തിൽ ആലിൻ തന്റെ കരൾ പകുത്തു നൽകിയിട്ടുണ്ടായിരുന്നത്. അത് വലിയ ഒരു അനുഗ്രഹമായിരുന്നു ആ കുടുംബത്തിന്. പ്രത്യേകിച്ച് നമ്മൾ ആ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർത്തും നിർധനരായ ഒരു കുടുംബമായിരുന്നു. അവർക്ക് ഇത്തരത്തിൽ ഈ ജനിച്ച നാൾ മുതൽ തന്നെ കുഞ്ഞിന് കരൾ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അതിന്റെ ചികിത്സ നടക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമായിരുന്നു അതിന്റെ മുൻപിലുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഒരു ഭാഗ്യം അവർക്ക് ഉണ്ടായി വരുന്നതും. അത് അലന്റെ വിയോഗം അവിടെ സംഭവിക്കുമ്പോൾ പോലും അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അലന്റെ കുടുംബം തീരുമാനിച്ചതും തികച്ചും അഭിനന്ദനാർഹം തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഡയാലിസിസ് ചികിത്സയിലുള്ള മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിൽ അലിന്റെ വൃക്കകൾ പങ്കുവെക്കുന്ന ഒരു കാഴ്ച നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ 2 ശസ്ത്രക്രിയകളും തിരുവനന്തപുരത്ത് ഇന്നിപ്പോൾ വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ പറയണം. ആ 2 ശസ്ത്രക്രിയയും പൂർണ്ണമായി വിജയമായിരുന്നു. ഈ 2 കുട്ടികളും ഇപ്പോൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാന്മാരാണ്. അവർ രണ്ടുപേരും ഡോക്ടർമാരുമായിട്ടും തന്നെ രക്ഷിതാക്കളുമായിട്ടും എല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അത് പൂർത്തിയായിരിക്കുന്നു. ഒപ്പം തന്നെ പിന്നീട് കൊണ്ടുവന്ന ഇത്തരത്തിൽ ഹൃദയവാൽവ് ഇപ്പോൾ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് സൂക്ഷിച്ചിരിക്കുകയാണ്. മുൻപ് തന്നെ ഈ അലിൻ്റെ നേത്രപടലങ്ങൾ കൊച്ചി അമൃത ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അലിൻ ലോകത്തോട് വിട പറയുമ്പോൾ പോലും ഇത്തരത്തിൽ 5 കുഞ്ഞുങ്ങൾക്ക് ജീവൻ പകർന്നു നൽകിക്കൊണ്ടാണ് അലിൻ ലോകത്തോട് വിട പറയുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു അവയവദാതാവായി അലിൻ മാറുമ്പോൾ തികച്ചും അതിലെ സംസ്കാര നടപടികൾ അത് ഏറ്റവും ബഹുമാനാർഹമായ രീതിയിൽ തന്നെ അലിനെ ഈ നമ്മളിൽ നിന്നും യാത്ര അയക്കണം എന്ന തീരുമാനം തന്നെയാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ നാളെ പത്തനംതിട്ട നെടുങ്ങാടപ്പള്ളിയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ അലിനെ യാത്രയാക്കാൻ ഇപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെയും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും അടക്കമുള്ള ആളുകൾ അവിടെ എത്തിക്കൊണ്ട് ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകിക്കൊണ്ടായിരിക്കും അലിനെ നാളെ ഈ വിട പറയുക. അത്തരത്തിലുള്ള എല്ലാ ചടങ്ങുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അവിടെ ഇപ്പോൾ പൂർത്തിയാക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി അലിൻ ഷെറിൻ എബ്രഹാം മാറുമ്പോൾ അത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ ആ വാർത്ത കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മരണ വാർത്ത നമ്മൾ അറിയുമ്പോൾ, 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ മരണ വാർത്ത അറിയുമ്പോൾ അതിലും നമ്മളെ ഈ വാർത്തയോട് ഏറ്റവും ഹൃദയം കൊണ്ട് അടുപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അലിൻ്റെ മാതാപിതാക്കൾ എടുത്ത ആ ഒരു തീരുമാനം. ഈ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് അവർ ധൈര്യത്തോടെ ഒരു തീരുമാനമെടുക്കുന്നു. അല്ലെങ്കിൽ തങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ ആ കുഞ്ഞിലൂടെ മറ്റ് കുരുന്നുകൾക്ക് കൂടി ജീവൻ നിലനിൽക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മഹത്തരമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ആ തീരുമാനമെടുത്തതും അത്തരത്തിൽ ഈ അവയവങ്ങൾ പങ്കുവച്ചിട്ടുള്ളതും. നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങിൽ ഏറെ ഹൃദ്യമായിട്ടുള്ള കാര്യം, നമ്മളുടെ ഹൃദയത്തോടെ ഏറെ അടുത്തു നിൽക്കുന്നു ഈ ഒരു സംഭവം എന്നുള്ളതാണ്. ഒരു കുഞ്ഞു മാലാഖ ആലിൻ്റെ ആ ഒരു ജീവൻ നഷ്ടമായെങ്കിൽ പോലും മറ്റ് 5 പേരിലൂടെ ആ ജീവൻ നിലനിൽക്കും ഇനിയുള്ള കാലം എന്നുള്ളതാണ്. ആ കുഞ്ഞിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തും എന്നും പറയുകയാണ്. സർക്കാരും ആ രീതിയിൽ ആ കുഞ്ഞിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്.